ഈ മലയോര ഗ്രാമങ്ങളിലുള്ള വീടുകളും അതേപോലെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എന്ത് സൂപ്പറാണെന്നറിയോ. ഇത് ഞങ്ങളുടെ നൈബറിൻ്റെ വീടാണ്. ഞങ്ങളുടെ വീടിരിക്കുന്ന മലയുടെ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ അവർ എറണാകുളത്ത് പോയപ്പോഴത്തേക്കും അവരുടെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനെടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അവരുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാമെന്ന്. അപ്പോൾ വീടിൻ്റെ പുറകിലായിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് മരം ഉണ്ടായിരുന്നു. അത് കായ്ച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ തോട്ടം. ഇത് നമ്മളുടെ പട്ടികളാണ്, റോണിയും റോണിയുടെ അമ്മ ജൂലിയും. അപ്പോൾ ഇവരുടെ ഏലത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഏലത്തോട്ടത്തിൻ്റെ അകത്തൊക്കെ കയറി നോക്കുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഏലമൊക്കെ അത്യാവശ്യം കായ്ച്ച് കിടക്കുന്നുണ്ട്, പക്ഷേ പറിക്കാറായിട്ടില്ല. പിന്നെ അതൊക്കെ നോക്കി, പിന്നെ അവിടെ ഉള്ള കുരുമുളകിൻ്റെ ചെടികളും പിന്നെ ജാതിക്കേൻ്റെ മരവും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങൾ വരാറുണ്ട്. കൂടുതലും കാട്ടുപന്നിയൊക്കെയാണ് ഇറങ്ങണത്. ഉൾക്കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പുലിയും വരാറുണ്ട്. ശരിക്കും നമ്മളുടെ റോണീൻ്റെ കാല് അത്യാവശ്യം ഒരു ഇടിവുണ്ട്, ഇപ്പോൾ ഡാമേജ് ആയിരിക്കുകയാണ്. അതിവിടെ കാട്ടുപന്നി വന്നപ്പോൾ അത് ഇടിച്ചതാണ്. എന്തായാലും രസമാണ്.